ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ ഇതുപോലെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കറിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതായിരിക്കും. അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ഒരു കറി റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ് കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒഴിച്ചുകറിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ചെറുപയറും തക്കാളിയും മുരിങ്ങയ്ക്കയും ചേർത്തിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ എന്തായാലും ചോറിൻ്റെ കൂടെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ തയ്യാറാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുരിങ്ങയ്ക്ക മാത്രമേ എടുത്തുള്ളൂ. ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലുതായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ വലുതായിട്ട് കട്ട് ചെയ്യാം. നമ്മളെല്ലാ കറികൾക്കും ഒരേപോലെ കട്ട് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തേ ഉള്ളൂ. അതുപോലെ തന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. മീഡിയം വലിപ്പമുള്ള തക്കാളിയാണ്. വലിയ തക്കാളിയാണെങ്കിൽ 1.25 തക്കാളി എടുത്താൽ മതി. പിന്നെ 3 പച്ചമുളക്, 4-5 ഉള്ളി, അതുപോലെ തന്നെ 1.25 കപ്പ് തേങ്ങ ചിരവിയത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെറുപയർ കുക്കറിൽ കുക്ക് ചെയ്യാൻ വെക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങയ്ക്കയും ചെറുപയറും ഒരുമിച്ച് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയറിന് കുക്കിംഗ് ടൈം കൂടുതലാണ്. അപ്പോൾ മുരിങ്ങയ്ക്ക ഉടഞ്ഞു പോകും വല്ലാതെ. നമുക്ക് മുരിങ്ങയ്ക്ക വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോകണ്ട, ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ ആദ്യം ചെറുപയർ നിങ്ങളുടെ കയ്യിലുള്ള പയർ എത്ര വിസിലിനാണോ കുക്കാവുന്നത് അതനുസരിച്ച് കുക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ചെറുപയർ കഴുകി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് പയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ വെള്ളവും ചേർത്തിട്ട് ഈ പയർ ഒരു 5 വിസിൽ വരുമ്പോഴാണ് കുക്കായി വരുന്നത്. ഞാനപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വയ്ക്കട്ടെ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇതിൽ സവോള ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു സവോള ചേർക്കാം കേട്ടോ. സവോള ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ചേർക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കുക്കായി വരുമ്പോൾ നമുക്ക് ചട്ടിയിൽ മുരിങ്ങയ്ക്കയും തക്കാളിയൊക്കെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുരിങ്ങയ്ക്ക ചേർക്കാം. മുരിങ്ങയ്ക്കയുടെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, ഈ പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം. ഒരു 4-5 ഇതൾ കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. മുരിങ്ങയ്ക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. പയറിനുള്ളത് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/4 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർക്കണം, എങ്കിലേ കറിക്ക് എരിവ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് കുക്കായി വന്നിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ കുക്കാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ് 1/2 ടീസ്പൂൺ ചേർത്താൽ ടേസ്റ്റ് കൂടുതലുണ്ടാവും. പിന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്താലും മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക ഒരു പകുതി കുക്കായിട്ട് നമുക്കിനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളിയും കൂടി ചേർന്ന് കുക്കായി വരുമ്പോൾ നമ്മുടെ പയർ ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളി വല്ലാതെ ഉടഞ്ഞു പോകുന്ന രീതിയിൽ കുക്ക് ചെയ്യണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് തൊലിയൊന്ന് വിട്ട് വന്നാൽ മതി, അങ്ങനെ ഉള്ള രീതിയിൽ കുക്ക് ചെയ്യുക. പിന്നെ സവോള ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ തക്കാളിയുടെ കൂടെ തന്നെ സവോളയും കൂടി ചേർക്കുക. നീളത്തിൽ കുറച്ച് മുറിച്ചിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ ഇനി തക്കാളിയും കൂടി ചേർന്ന് കുക്കായി വരട്ടെ, നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളിയും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർക്കാം. പയർ നന്നായിട്ട് ഉടച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ. ഞാൻ ചെറിയ രീതിയിൽ ഉടഞ്ഞ രീതിയിലാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. പയറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരപ്പ് റെഡിയാക്കിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ആണെങ്കിലും ഒരുപാട് ഉടഞ്ഞു പോയിട്ടില്ല, പക്ഷേ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ചെറുപയറും ചേർത്തിട്ട് നന്നായിട്ട് കറി തിളയ്ക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചേർക്കുക. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ അരപ്പിലേക്ക് ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. നമ്മുടെ പയറിൻ്റെ വെള്ളവും തക്കാളിയിലൊക്കെ ഉണ്ടായ വെള്ളമൊക്കെ കുറച്ചുണ്ടല്ലോ. അപ്പോൾ ഇത് ഒരുപാട് വെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുക്കുന്ന കറിയല്ല. നമ്മൾ അരപ്പിൽ അരച്ച വെള്ളവും പിന്നെ കഷ്ണങ്ങളിൽ ഉണ്ടായ വെള്ളവും പിന്നെ ഞാനൊരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഒരു കുറച്ച് ലൂസായ ഒഴിച്ചേറിയാണ്. നമുക്ക് കുറച്ച് കുറുകിയിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പയർ ഒന്നുകൂടി ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ കുറച്ചുകൂടി കുറുകിയിരിക്കുന്ന കറിയായിട്ട് കിട്ടും. ഇതാകുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള രീതിയിൽ ഒഴിച്ചേറിയായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നന്നായിട്ട് ആവി വരട്ടെ. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം.
പിന്നെ അതൊരു ചെറിയ പുളി ഉണ്ടാവുള്ളൂ കേട്ടോ, തക്കാളിയുടെ ചെറിയൊരു പുളി ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരുപാട് തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിൽ പുളി കൂടുതലായി പോകും. ഒരുപാട് തക്കാളിയുടെ ആ ഒരു പുളി വരുന്നതിനേക്കാൾ ചെറിയൊരളവിൽ പുളിയുള്ളതാണ് ഈ കറിക്ക് ടേസ്റ്റ്. അപ്പോൾ ഞാനിനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറവാണ്. നമ്മൾ ആദ്യം പയറിലും പിന്നെ കഷ്ണങ്ങളിലും ഉപ്പ് ചേർത്തിരുന്നെങ്കിലും ഉപ്പ് കുറച്ച് കുറവാണ്. പിന്നെ നിങ്ങൾക്ക് അരയ്ക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കണം എന്നുണ്ടെങ്കിൽ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ചില കറികളിൽ നമ്മൾ വെളുത്തുള്ളി ചേർത്ത് അരയ്ക്കാറുള്ളൂ, ചില കറികളിൽ നമ്മൾ വെളുത്തുള്ളി ചേർക്കാറില്ല. പ്രത്യേകിച്ച് ചെറുപയറിലൊന്നും വെളുത്തുള്ളി അങ്ങനെ ചേർക്കാറില്ല. അപ്പോൾ വെളുത്തുള്ളി വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ മാത്രം ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ കറി തിളച്ച് പോകരുത് കേട്ടോ. തിളച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ പിരിഞ്ഞതുപോലെയാവും. അതുകൊണ്ടാണ് തിളച്ച് പോവാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെയൊക്കെ കറി ഉണ്ടാക്കാറുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. കറി ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഏതൊക്കെ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടാണ് പയറും പരിപ്പൊക്കെ കറി ഉണ്ടാക്കാറുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്ത് തന്നെ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഈ കറിയിൽ മഞ്ഞ കളർ കുറവാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു കറിയുടെ കാര്യം പറഞ്ഞില്ലേ, അതിൽ മഞ്ഞൾ നമ്മൾ വറവിടുമ്പോൾ ചേർക്കുന്ന പോലെ തന്നെ ചേർത്തിട്ട് മഞ്ഞ കളർ കൂട്ടിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ആവശ്യത്തിന് മഞ്ഞ കളർ ഉണ്ട്. ഇനി ഞാനിത് മഞ്ഞ കളർ ആക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കറി എന്തായാലും ചൂടായി വരുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ തേങ്ങയുടെ റോ ടേസ്റ്റും ജീരകത്തിൻ്റെ ടേസ്റ്റും ഒക്കെ ഒന്ന് മാറി ഒന്ന് കുക്കായ ടേസ്റ്റിലേക്ക് മാറിക്കോളും. റോ ടേസ്റ്റിൽ നമുക്ക് കറി കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളൊന്നൊന്ന് ഇളക്കി കൊടുക്കുന്നത്. പിന്നെ മൺചട്ടി ആകുമ്പോൾ കുറച്ച് സമയം ചട്ടിയുടെ ചൂട് നിൽക്കുമല്ലോ, അപ്പോൾ കറി വീണ്ടും ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മളൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഞാനിതിപ്പോൾ ഈ ചട്ടിയിൽ തന്നെയാണ് ഈ കറി വയ്ക്കുന്നത്. പക്ഷേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും, ചൂടൊന്ന് കുറഞ്ഞു വരുന്നത് വരെ. ഇനി നമുക്കിതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മുടെ വറവിടാനുള്ള വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ 2-3 വറ്റൽമുളകും കറിവേപ്പിലൊക്കെ എടുത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ കൂടെ തന്നെ ഒരു 3 വറ്റൽമുളകും ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും. ഇനി ഉള്ളിയൊക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഉള്ളി ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരണം കേട്ടോ. ഒരുപാട് ബ്രൗൺ ആവണ്ട, ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ആയി വരണം. അതുവരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെല്ലാവരും തക്കാളിയും മുരിങ്ങയ്ക്കയും ചേർത്ത് കറി ഉണ്ടാക്കാറുള്ളതാണ്. അതിൻ്റെ കൂടെ കുറച്ച് ചെറുപയറും കൂടി ചേർത്ത് കറി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ശരീരത്തിലേക്ക് നമ്മുടെ പയർവർഗ്ഗങ്ങളും അതുപോലെ തന്നെ വെജിറ്റബിൾസും എല്ലാം കഴിക്കാം. നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ എല്ലാം ചേർത്ത് ഒരുമിച്ച് കറി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ 2-3 കറി ഉണ്ടാക്കുകയും വേണ്ട. അതുപോലെ തന്നെ ഡെയിലി ഇതുപോലെ എല്ലാം കഴിക്കുകയും ചെയ്യാം. സാധാരണ നമ്മളൊരു വെജിറ്റബിൾ അല്ലെങ്കിൽ ഒരു ലീഫി വെജിറ്റബിൾ അല്ലെങ്കിൽ ചെറിയ പയറോ പരിപ്പോ എന്തെങ്കിലും അങ്ങനെ 2-3 കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം ഒരു കാര്യം ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇത് 2-3 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് ചീരയും ചെറുപയറും എല്ലാം ചേർത്തിട്ട് കറി ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ലീഫി വെജിറ്റബിൾസും കൂടി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താം. പിന്നെ വെണ്ടയ്ക്കൊക്കെയാണ് നിങ്ങൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയിട്ട് ഇതുപോലെ കറി ഉണ്ടാക്കുക. മുരിങ്ങയ്ക്ക് പകരം വെണ്ടയ്ക്കാണെന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ക്യാരറ്റ് ചേർത്തിട്ട് കറി ഉണ്ടാക്കാം. പല വെജിറ്റബിൾസും ചേർത്തിട്ട് ചെറുപയറിൻ്റെ കൂടെ ചേർത്തിട്ട് കറി ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മുടെ വൻപയറിൻ്റെ കൂടെ ആണെങ്കിലും തൂരപ്പരിപ്പിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ ഇതുപോലെ വെജിറ്റബിൾസ് ചേർത്ത് കറി ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ സാധാരണ കോമൺ ആയിട്ട് വയ്ക്കുന്ന കുറേ റെസിപ്പികളുണ്ടല്ലോ, അതല്ലാതെ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചേഞ്ച് ചെയ്തൊക്കെ വെച്ച് നോക്കുക എങ്ങനെയുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറാൻ തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നിങ്ങൾ കളർ കുറവാണ് കറിക്കുന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് ചേർക്കരുത്, പൊടി കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഈ വറവ് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. നമുക്ക് നമ്മുടെ വറവ് കറിയിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം.
എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറിയിലേക്ക് ഈ വറവിൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ചു വരാനാണ് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക എന്ന് പറയുന്നത്. ഈ കറിയാണെങ്കിൽ നമ്മൾ ചൂടോടുകൂടി കഴിക്കരുത്, ചൂടൊന്ന് കുറഞ്ഞു വരുമ്പോഴേ കഴിക്കാൻ പാടുള്ളൂ. എല്ലാ കറികളും നമ്മൾ ഇതുപോലെ തേങ്ങ അരച്ചുണ്ടാക്കുന്ന കറികളൊക്കെ ചൂടൊന്ന് കുറഞ്ഞു വരുമ്പോൾ മാത്രം കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.